സെൻകുവാസ SDPIയുടെ ഭീകര സ്വഭാവം തെളിയിക്കുന്ന നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. കായികമായി ഉൾപ്പെടെ എല്ലാ ജിഹാദി പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നതാണ് SDPIയുടെയും നയം എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ED പുറത്തുവിട്ടത്. താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? എനിക്ക് തോന്നുന്നു ഞങ്ങളെപ്പോലുള്ളവർക്ക് ആർക്കും ഇതിനെ പറ്റി യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഇത് ഒന്ന് തന്നെയാണ്. അത് ഒന്ന് അതിൻ്റെ ഒരു രാഷ്ട്രീയ ഫോമിലുള്ളതും മറ്റേത് അതിൻ്റെ സ്വത്വവും. ഇത് രണ്ടും നിയന്ത്രിക്കുന്നത് PFI തന്നെയായിരുന്നു. അപ്പൊ SDPI ആവുമ്പോൾ ആക്ച്വലി കൂടുതൽ നോൺ മുസ്ലിംസിനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതിനൊരു പ്രത്യേക സ്വഭാവം ഇല്ല എന്ന് കാണിക്കാനായിട്ട് സാധിച്ചിരുന്നു. വാസ്തവത്തിൽ ചെയ്യുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. അത് മാത്രമല്ല, ഈയിടെയായിട്ടും അവര് വളരെ ഭീകര സ്വഭാവത്തോടു കൂടിയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തയ്യാറാക്കി ജാഥകളൊക്കെ നടത്തിയിരുന്നു. അത് PFI ചെയ്യുന്നതിലും ഭീകരമായിട്ട് തന്നെ ചെയ്തിരുന്നു. വാസ്തവത്തില് PFIക്ക് ഒപ്പം തന്നെ നിരോധിക്കപ്പെടേണ്ട ഒരു സാധനമാണ് SDPI. ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാൻ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി എന്തായാലും രാഷ്ട്രത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഭീകര പാർട്ടിയായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിരോധിക്കണ്ടേ? ഇപ്പൊ അത് രാഷ്ട്രീയമായാലും അല്ലാതെ ആയാലും അങ്ങനെ രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ ഒരു ഭീകര സ്വഭാവത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നത്? അപ്പൊ അത് തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇതെല്ലാം നിരോധിക്കപ്പെട്ടാലും നിരോധിച്ച PFIയുടെ അവരുടെ മറ്റ് ഫോമില് പല സംഘടനകളും പുറത്തു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നിരോധിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അവരുടെ പുതിയ ഫോമുകളെയും കൂടി ഫോളോ അപ്പ് ചെയ്ത് ഇല്ലാതാക്കിയാൽ മാത്രമേ രാഷ്ട്രത്തിന് സ്വൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സാറ് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന സമയത്ത് ഇവരുടെ ആക്ടിവിറ്റീസൊക്കെ ഇവർ തന്നെ പറഞ്ഞിരിക്കുന്നത്, അതായത് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത്, PFI തന്നെ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത് ജിഹാദി പ്രവർത്തനത്തിന് വേണ്ടിയാണ്. ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതാണ്. പ്രതിരോധം, അത് ശാരീരികമായിട്ടുള്ള പ്രതിരോധം, അതിനായിരുന്നു ഇവർ ആയുധ പരിശീലനമൊക്കെ നൽകിയത് എന്ന് കൃത്യമായിട്ട് ഇവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ തന്നെ പറയുന്നുണ്ട്. അതാണ് ഇവരുടെ നയസമീപനങ്ങൾ എന്നൊക്കെ പറയുന്നു. താങ്കൾ സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കുന്ന സമയത്ത് അല്ലെ, കൃത്യമായി വളരെ അടുത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനും സാധിച്ചിട്ടില്ലേ? ആദ്യം PFIയുടെ അവരുടെ ബൈലോ തന്നെ അവർ മാറ്റിയൊക്കെ ഉണ്ടായി. അപ്പൊ അതുപോലെ SDPIക്ക് അതുപോലെ ഒരു ബൈലോ ഉണ്ടാക്കിക്കൊണ്ടുവന്നതൊക്കെ അത് അവർക്ക് നിലനിൽക്കാൻ വേണ്ടിയും, അതായത് പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങള് അങ്ങനെയല്ല എന്ന് കാണിക്കാനുള്ള ഒരു ഇതാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇത് തന്നെയാണ് അതിന്റെ സ്വഭാവം. അത് കേരളത്തിലാണ് ഏറ്റവും വ്യാപകമായിട്ടുള്ളത്. പക്ഷെ അത് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പടർന്നു കയറുന്നുണ്ട് എന്നുള്ളത് കൂടി ഒരു ഇതാണ്. ആക്ച്വലി ഹമാസിനെ പോലെയുള്ള ഒരു തീവ്രവാദി സംഘടനയാണ് SDPI.